ലക്ഷം രൂപ മാസം ലാഭം കിട്ടുന്നത് കൂടാതെ അധിക വൈദ്യുതി വിൽക്കാനും സംവിധാനം കൊണ്ട് സാധിക്കും. കിലോവാട്ട് ശേഷിയുള്ള ഓൺ ഗ്രിഡ് പ്ലാന്റാണ് പുതുപ്പള്ളി പള്ളിയിൽ സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിലെ ഏറ്റവും വലിയത്. വലിയ നോമ്പിനോടനുബന്ധിച്ച് ഹരിത നോമ്പ് ആചരിക്കാനുള്ള സഭാ നേതൃത്വത്തിന്റെ ആഹ്വാനം സ്വീകരിച്ചാണ് പുതിയ സംവിധാനം. ഇവിടെ നമ്മൾ ഏകദേശം ഒരു ദിവസം 650 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള സോളാർ പ്ലാന്റാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ബൈഫേഷ്യൽ ഹാഫ് കട്ട് ടോപ്പ് കോൺ മോഡലാണ് സ്ഥാപിച്ചത്. ആയതിനാൽ 30% നമുക്ക് എക്സ്ട്രാ പ്രൊഡക്ഷൻ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇതുവരെ വൈദ്യുതി ബില്ലായി മാസം ചെലവായ 1,65,000 രൂപ ഇനി ലാഭമാണ്. മാത്രമല്ല, പള്ളി പ്ലാന്റ് സ്ഥാപിച്ചതോടെ ഇത് ഏറ്റെടുത്ത് ഇടവകാംഗങ്ങൾ സ്വന്തം വീട്ടിൽ സൗരവൈദ്യുതി ഉപയോഗിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. മറ്റാരാധനാലയങ്ങളിൽ നിന്നും അന്വേഷണം വന്നു തുടങ്ങി. പ്രകൃതി വിഭവങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നത്. അതുകൊണ്ടാണ് ഈ ഹരിത നോയമ്പിനോടനുബന്ധിച്ച് ഈ ഒരു ക്രമീകരണം നിർവഹിക്കത്തക്ക രീതിയിൽ പുതുപ്പള്ളി പള്ളി അത് തിരഞ്ഞെടുക്കുകയും 125 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിൽ ഈ 125 കിലോവാട്ടിൻ്റേത് ഈ ആദ്യമായിട്ടാണ് ഒരു പള്ളി അതുപോലെ ഒരു പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ടുള്ളത്. മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ, മത സൗഹൃദം ഉള്ള ഒരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ്. അത് എല്ലാവരും വളരെ ശ്ലാഘനീയമായ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും വരികയും പറയുകയും അവർ വന്ന് കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട്. 570 വാട്ട്സ് വീതം പവറുള്ള 222 സോളാർ പാനലുകളാണ് സ്ഥാപിച്ചത്. അധിക വൈദ്യുതി KSEBക്ക് വിൽക്കാൻ കഴിയുന്ന തരത്തിലാണ് പ്ലാന്റിന്റെ നിർമ്മാണം. 2.5 വർഷം കൊണ്ട് മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാനും കഴിയും. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം.